പാലക്കാട് മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് പോസ്റ്റുകളിൽ വീണ്ടും വിജിലൻസിന്റെ മിന്നൽ പരിശോധന. കണക്കിൽപ്പെടാത്ത 1,77,500 രൂപയാണ് പിടികൂടിയത്. ശബരിമല തീർത്ഥാടകർ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ നിന്നും വൻ തുക ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. വാളയാർ, ഗോപാലപുരം, ഗോവിന്ദാപുരം, നടുപ്പുണി ചെക്ക് പോസ്റ്റുകളിലാണ് വിജിലൻസ് മിന്നൽ പരിശോധന നടത്തിയത്. ഇക്ബാൽ അറക്കൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ അറക്കൽ, ഗുഡ് മോർണിംഗ്. ഇക്ബാൽ അറക്കൽ, ഈ ആചാരത്തിനൊട്ടും കുറവില്ലല്ലേ? അരുൺ, 2 ദിവസം മുമ്പാണ് പാലക്കാട്ടെ 4ഓളം ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് വിജിലൻസ് സംഘം 1.5 ലക്ഷം രൂപ പിടികൂടിയത്. എന്നിട്ടും അന്ന് പിഴവ് പറ്റിയ ഉദ്യോഗസ്ഥർക്കെതിരെ 13 ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിക്ക് വിജിലൻസ് ശുപാർശ ചെയ്തിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും ഈ ചെക്ക് പോസ്റ്റുകളിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ കൈക്കൂലി വാങ്ങുന്നതിൽ പിറകോട്ട് പോകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. വീണ്ടും ഇത്തരത്തിൽ ശബരിമല തീർത്ഥാടകരിൽ നിന്നും അതുപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ചരക്ക് വാഹനങ്ങളിൽ നിന്നും വൻതോതിൽ കൈക്കൂലി വാങ്ങുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വീണ്ടും വിജിലൻസ് സംഘം ഈ ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന നടത്തുകയായിരുന്നു. വാളയാറിലെ 2 ചെക്ക് പോസ്റ്റുകളിലും ഗോപാലപുരത്തും ഗോവിന്ദാപുരത്തും നടുപ്പുണി ചെക്ക് പോസ്റ്റിലുമാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. ഈ പരിശോധനയ്ക്കിടയിലാണ് 1,77,500 രൂപ, ഇത് കണക്കിൽപ്പെടാത്ത പണമാണ്, ഈ പണം വിജിലൻസ് സംഘം പിടികൂടിയത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം വാളയാറിലെ ഇൻ ചെക്ക് പോസ്റ്റിൽ നിന്നും ഔട്ട് ചെക്ക് പോസ്റ്റിൽ നിന്നും മാത്രമായി 1,38,000 രൂപയാണ് വിജിലൻസ് എസ്പിയുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. മാത്രമല്ല ഗോപാലപുരം ചെക്ക് പോസ്റ്റിൽ നിന്ന് 21,110 രൂപയും ഗോവിന്ദാപുരത്ത് നിന്ന് 10,550 രൂപയും നടുപ്പുണിയിൽ നിന്നും 7,840 രൂപയുമാണ് ഇപ്പോൾ കണക്കിൽപ്പെടാത്ത തുകയെന്ന രീതിയിൽ വിജിലൻസ് സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഈ തുക മുഴുവൻ ശബരിമല തീർത്ഥാടകർ, അത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ശബരിമല തീർത്ഥാടകരിൽ നിന്ന് വാങ്ങിയ കൈക്കൂലി പണമാണെന്നും അതുപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ചരക്ക് വാഹനങ്ങളുടെ ഡ്രൈവർമാരിൽ നിന്ന് വാങ്ങിയ കൈക്കൂലി പണമാണെന്നും വിജിലൻസ് സംഘം കണ്ടെത്തിയിട്ടുണ്ട്. 2 ദിവസം മുമ്പ് ഇത്തരത്തിൽ 1.5 ലക്ഷം രൂപ കണ്ടെത്തുന്നു. 13 ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് വകുപ്പ് തല നടപടിക്ക് ശുപാർശയിടുന്നു. പക്ഷേ എന്നിട്ടും ഈ കൈക്കൂലി വാങ്ങുന്നതിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ തുക അനധികൃതമായി വാങ്ങുന്നതിൽ ഒരു കുറവും ഉണ്ടാവുന്നില്ല. ആ വിവരങ്ങൾ വീണ്ടും തുടർന്ന സാഹചര്യത്തിലാണ് വിജിലൻസ് അവരുടെ പരിശോധന തുടരുകയും ചെയ്തത്. ഏതായാലും ഇന്ന് പിഴവ് കണ്ടെത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ വീണ്ടും വകുപ്പ് തല നടപടിക്ക് വിജിലൻസ് സംഘം ശുപാർശ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇവർക്കെതിരെ ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. പക്ഷേ ഈ ഒരു നടപടി ഉദ്യോഗസ്ഥർ പിന്നോട്ട് പോകാത്തത് കൊണ്ട് തന്നെ കൈക്കൂലി വാങ്ങുന്ന ഈ നടപടിയുമായി ഉദ്യോഗസ്ഥർ വീണ്ടും മുന്നോട്ട് പോകുന്നത് കൊണ്ട് വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കാനാണ് വിജിലൻസ് സംഘത്തിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം വിജിലൻസ് പാലക്കാട് ഡിവൈഎസ്പി ഷംസുദ്ദീന്റെ നേതൃത്വത്തിലാണെങ്കിൽ ഇന്ന് വിജിലൻസ് എസ്പി തന്നെ ഈ റെയ്ഡിന് നേതൃത്വം നൽകുകയായിരുന്നു. ഏതായാലും പാലക്കാട്ടെ 4ഓളം ചെക്ക് പോസ്റ്റുകളിൽ നിന്നാണ് ഈ പണം പിടികൂടിയിരിക്കുന്നത്. വാളയാറിലെ 2 ചെക്ക് പോസ്റ്റുകളിൽ നിന്നും അതിനോടൊപ്പം തന്നെ ഗോപാലപുരം, ഗോവിന്ദാപുരം, നടുപ്പുണി ചെക്ക് പോസ്റ്റുകളിൽ നിന്നുമാണ് ഇന്ന് ഈ 1,77,500 രൂപയുടെ കണക്കിൽപ്പെടാത്ത പണം വിജിലൻസ് സംഘം പിടികൂടിയിരിക്കുന്നത്. 1,77,500 രൂപ, അത് കൈക്കൂലിപ്പണമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. വിജിലൻസ് ആണ് പിടികൂടിയിരിക്കുന്നത്. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. പാവം തീർത്ഥാടകരൊക്കെ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ഇരുന്ന് കുറേ ആളുകൾ ഊറ്റാനായിട്ടിരിക്കുക, എന്നിട്ട് അവർ പൈസ വാങ്ങുക, എന്നിട്ട് ഇങ്ങനെ പൈസ പിടുങ്ങി എടുത്തുകൊണ്ടിരിക്കുക. 1,77,500 രൂപ എന്താണല്ലേ? നമ്മുടെ ചെക്ക് പോസ്റ്റുകളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ അടുത്ത കാലത്ത് GST ഒക്കെ വന്നതിന് ശേഷം കുറഞ്ഞതാണ്. പക്ഷേ ഇപ്പോഴും അത് തുടരുന്നു എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. എന്തായാലും വിജിലൻസിൻ്റെ പരിശോധനയിലാണ് പിടികൂടിയിരിക്കുന്നത്. എന്തായാലും ഉദ്യോഗസ്ഥന്മാർക്ക് നല്ല കാലമാണ് വരാൻ പോകുന്നത്.